നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരുമിച്ച് ഒരു കാലയാത്ര പോകാം 1944ലേക്ക്. അന്ന് പുറത്തിറങ്ങിയ അഖണ്ഡജ്യോതിയുടെ മെയ് മാസത്തിലെ ലക്കത്തിൽ നിന്നും ഇന്നും പ്രകാശിക്കുന്ന ചില ചിന്തകളിലേക്കാണ് നമ്മുടെ ഈ യാത്ര. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ അഖണ്ഡജ്യോതി മെയ് 1944 എന്നതിലെ കാലാതീതമായ ജ്ഞാനമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയതാണെങ്കിലും ഇതിലെ ഓരോ ആശയങ്ങൾക്കും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ടെന്ന് കാണുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. നമുക്ക് നോക്കാമല്ലേ? നമ്മുടെ ഈയൊരു വിശകലനം ഒരു സാധകന്റെ യാത്ര പോലെയാണ്. പുറമേയുള്ള കടമകളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചരിച്ച് ആന്തരികമായ കരുത്ത് നേടുന്നതുവരെ. ആദ്യം നമ്മൾ സേവനത്തിന്റെ വഴിയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ എങ്ങനെ നല്ലൊരു സ്വഭാവമുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുന്നതിനെപ്പറ്റി. പിന്നെ അറിവിന്റെയും നല്ല ബന്ധങ്ങളുടെയും പ്രാധാന്യത്തെപ്പറ്റി. അവസാനം ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറയും. റെഡിയല്ലേ? തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ വിഷയം സേവനത്തിന്റെ പാതയാണ്. ഈ ലേഖനങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു ആദർശമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിസ്വാർത്ഥമായ സേവനത്തെക്കുറിച്ചാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഒരാൾക്ക് തന്റെ രാജ്യത്തെ സേവിക്കാനൊരവസരം കിട്ടുക, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം വേറെ എന്തുണ്ട്? ദേശ് സേവാ കാ മാർഗ് എന്ന ലേഖനത്തിൽ നിന്നുള്ള ഈ ഒരു ചോദ്യം തന്നെ നമ്മളെ ചിന്തിപ്പിക്കുമല്ലേ? സേവനം എന്നതിന്റെ ആഴം എത്ര വലുതാണെന്നത് കാണിച്ചു തരുന്നു. പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. സേവിക്കാൻ ഒരു മനസ്സ് മാത്രമുണ്ടായാൽ മതിയോ? പോരാ. അതിന് ശക്തമായ ഒരു അടിത്തറ വേണം. എന്തൊക്കെയാണത്? നല്ല ആരോഗ്യം വേണം, നല്ല സ്വഭാവം വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം, സത്യവും ധൈര്യവും വേണം, എല്ലാത്തിനുമുപരിയായി മനുഷ്യത്വവും വേണം. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ സേവകനാവുന്നത്. സേവിക്കാൻ തയ്യാറായ ഒരാൾക്ക് നല്ലൊരു വ്യക്തിത്വം കൂടി വേണമെന്ന് നമ്മൾ കണ്ടു. ശരി, അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനൊരു കരുത്ത് ഉണ്ടാക്കിയെടുക്കുക? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇതൊരു കിടിലൻ താരതമ്യമാണ്. വിദ്യാവനം സദാചാർ എന്ന ലേഖനത്തിൽ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, നല്ല സ്വഭാവമില്ലാത്ത അറിവ് അത് തല മാത്രമുള്ള ഒരു ശരീരം പോലെയാണ്. അതിന് നിലനിൽപ്പില്ല, ഒരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് നല്ല സ്വഭാവവും അറിവും ഒരുമിച്ചാലോ, അതാണ് യഥാർത്ഥ ശക്തി. ബഹുമാനം കിട്ടുന്നത് അവിടെയാണ്. അർത്ഥമുള്ളൊരു ജീവിതത്തിന്റെ അടിത്തറയും അതുതന്നെ. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കുറവുകളെ, ദുശ്ശീലങ്ങളെയൊക്കെ മാറ്റി ഇത്ര നല്ലൊരു സ്വഭാവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. ദുർവ്യസനോം കോ ദൂർ ഹട്ടായിയേ എന്ന ലേഖനത്തിൽ കൃത്യമായി 4 പടികൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് തിരിച്ചറിവാണ്. നമ്മുടെ ദുശ്ശീലങ്ങൾ നമുക്ക് ദോഷം ചെയ്യുമെന്ന് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, ഒരു ഉറച്ച തീരുമാനമെടുക്കണം. ഈ ചീത്തശീലങ്ങൾ മാറ്റി ഞാൻ നല്ലത് തുടങ്ങുമെന്ന്. മൂന്നാമത്തേത് സ്ഥിരോത്സാഹമാണ്. ധൈര്യത്തോടെ ഉറച്ച മനസ്സോടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവസാനം, നല്ല ഗുണങ്ങൾ പരിശീലിക്കണം. സത്യം, ദയ, ആത്മനിയന്ത്രണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം നല്ല കണ്ടീഷനിലായിരിക്കണമല്ലോ. അതുപോലെയാണ് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ഈ ജീവിതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. അതിനെ എങ്ങനെ പരിപാലിക്കാമെന്ന് നോക്കാം. ഇവിടെ യോഗയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു സാധാരണ വ്യായാമം മാത്രമായിട്ടല്ല കാണുന്നത്. യോഗദ്വാരാ ഹി നവനിർമ്മാൺ ഹോഗ എന്ന ലേഖനം പറയുന്നത്, യോഗ എന്നത് നമ്മളെ ഉള്ളിൽ നിന്ന് മാറ്റാൻ കഴിവുള്ള, സമൂഹത്തെ തന്നെ അടിമുടി മാറ്റാൻ ശക്തിയുള്ള ഒരു വലിയ മാർഗമാണെന്നാണ്. അത് വെറും എക്സസൈസ് അല്ല, ഒരു പരിവർത്തനമാണ്. യഥാർത്ഥ ആരോഗ്യം എന്താണ്? രോഗമില്ലാത്ത അവസ്ഥയാണോ? അല്ല. സച്ചാ സ്വാസ്ഥ്യ പ്രാപ്തി കീജിയെ എന്ന ലേഖനത്തിലെ ഈ ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ പറയുന്നത്, നമ്മുടെ മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളും എപ്പോഴാണോ ശുദ്ധമായി നമ്മുടെ നിയന്ത്രണത്തിലാകുന്നത്, അതാണ് യഥാർത്ഥ ആരോഗ്യം. എത്ര മനോഹരമായൊരു കാഴ്ചപ്പാട് അല്ലേ? നമുക്ക് നല്ല സ്വഭാവമുണ്ട്, ആരോഗ്യമുള്ള ശരീരവും മനസ്സുമുണ്ട്. ഇനി എന്തു വേണം? മുന്നോട്ടു പോകാൻ ഒരു വെളിച്ചം വേണ്ടേ? ആ വെളിച്ചമാണ് അറിവും നല്ല സൗഹൃദങ്ങളും. നമുക്കതിലേക്ക് കടക്കാം. ജ്ഞാനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയാൻ ഇതിലും നല്ലൊരു ഉപമ വേറെയില്ല. ജ്ഞാനയോഗ് എന്ന ലേഖനത്തിൽ പറയുന്നു, തീ എങ്ങനെ സ്വർണത്തെ ശുദ്ധിമാക്കുന്നുവോ അതുപോലെയാണ് ജ്ഞാനം മനുഷ്യനെ ശുദ്ധമാക്കുന്നത്. ഈ ലോകത്ത് അതിനേക്കാൾ പവിത്രമായി മറ്റൊന്നുമില്ല. ആഴമുള്ള വാക്കുകൾ. മുത്രദാ ക്യോं കീ ജാത്തി ഹേ എന്ന ലേഖനത്തിൽ സൗഹൃദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തരം സൗഹൃദങ്ങൾ. ഒന്ന്, നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും ലാഭത്തിനും വേണ്ടിയുള്ളത്. അത് കുറച്ചുകാലമേ നിലനിൽക്കൂ. എന്നാൽ മറ്റൊന്നുണ്ട്, യഥാർത്ഥ സൗഹൃദം. അത് ആത്മാക്കൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഒരേ ചിന്താഗതി, പരസ്പരം താങ്ങും തണലുമാവുക. അങ്ങനെയുള്ള സൗഹൃദം വളരെ അപൂർവമാണ്, നിസ്വാർത്ഥമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു പോകും, അല്ലേ?
അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിക്കാം. 1944 ആ അഖണ്ഡ ജ്യോതി ലഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഒന്നാമതായി ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് രാജ്യത്തിനും മനുഷ്യർക്കും വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനമാണ്. പിന്നെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിലെ കുറവുകളെ ജയിക്കുന്നതാണ്. അറിവ് മാത്രം പോരാ, നല്ല സ്വഭാവമാണ് അതിനേക്കാൾ വലുത്. ദുശ്ശീലങ്ങൾ മാറ്റാൻ നല്ലപോലെ പരിശ്രമിക്കണം. പിന്നെ യോഗ, അത് നമ്മളെയും സമൂഹത്തെയും മാറ്റാനുള്ളൊരു വലിയ ശക്തിയാണ്. അതുപോലെ തന്നെ യഥാർത്ഥ ആരോഗ്യമെന്ന് പറയുന്നത് വെറും ശരീരം ഫിറ്റായിരിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിലെ ശുദ്ധിയാണ്. അറിവാണ് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സമ്മാനം. യഥാർത്ഥ സൗഹൃദം ഒരു ഇടപാടല്ല, അത് ആത്മാക്കൾ തമ്മിലുള്ളൊരു ബന്ധമാണ്. ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോഴാണ് ധർമ്മം നിലനിൽക്കുന്നത്. പിന്നെ അവസാനമായി, നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ പുറത്തുള്ള ഏതു പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോ 1944 എഴുതിയ ഈ വാക്കുകൾക്ക് ഇന്നും എന്ത് പ്രസക്തിയാണല്ലേ? ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് ഒരൊറ്റ ആശയം, ഒരൊറ്റ തത്വം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഈ ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു. ചിന്തിക്കുക, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നന്ദി.